മലയാള സിനിമ നഷ്ടത്തിലാണോ? ആണ് എന്നാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ഒരു സിനിമ പോലും ലാഭം നേടിയിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി മാസം മാത്രം മലയാള സിനിമയ്ക്കുണ്ടായത് 53 കോടിയുടെ നഷ്ടം എന്നാണ് കണക്കുകൾ. താരസംഘടന അമ്മയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് നിർമ്മാതാക്കൾ വീണ്ടും സിനിമാ കണക്ക് പുറത്തുവിട്ടത്. ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയത് 17 സിനിമകൾ. ഇതിൽ 11 നഷ്ടമെന്ന കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കിൽ പറയുന്നു. ആകെ മുടക്ക 75 കോടി രൂപ. തിയേറ്റർ ഷെയറായി ലഭിച്ചത് 23 കോടി രൂപ മാത്രം. ഏകദേശം 53 കോടിയുടെ നഷ്ടമാണ് ഫെബ്രുവരി മാസം മാത്രം മലയാള സിനിമയ്ക്കുണ്ടായത്. 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ലൗഡേയിൽ എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയത് കേവലം 10,000 രൂപ. 10 കോടി രൂപ മുടക്കിയ ഉണ്ണി മുകുന്ദൻ ചിത്രം ഗെറ്റ് സെറ്റ് ബേബിക്ക് 1.5 കോടി രൂപ പോലും നേടാനായില്ല. 5 കോടിയിലേറെ മുടക്കിയ മച്ചാന്റെ മാലാക നേടിയത് 40 ലക്ഷം രൂപയും. രണ്ടാം തവണയാണ് സിനിമയുടെ ബജറ്റും ഷെയറും നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്നത്. 110 കോടി രൂപയായിരുന്നു ജനുവരി മാസത്തിലെ മാത്രം നഷ്ടം. കണക്കുകൾ പുറത്തുവിടുന്നതിൽ താരസംഘടന അമ്മ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് പരിഗണിക്കാതെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മുന്നോട്ടുപോക്ക്. 24 കൊച്ചി. വിവാദങ്ങൾക്കൊപ്പുറം മലയാളി തിയേറ്ററിലേക്ക് എത്താൻ മടിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് പുറത്തുവന്ന കണക്കുകൾ. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24.